ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം മറ്റു ബാലയും പടങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പടം 100% ബെറ്ററാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം തെലുങ്കിൽ എനിക്ക് 3ാമത്തെ ഫേവറേറ്റ് പടം ഇതാണ്. ആദ്യത്തെ ഫേവറേറ്റ് എൻ്റെ കുട്ടികളുടെ പേര് RRR. ക്യൂട്ട് സാധനമായിരുന്നു. കഴിഞ്ഞിട്ട് 2ാമത്തേത് ബാഹുബലി 2, പിന്നെ 3ാമത്തേത് താക്കോ മഹാരാജ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ബാലയുടെ പെർഫോമൻസ് തന്നെയാണ്. അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നു. മറ്റേ വീരസിംഹ റെഡ്ഡിയൊക്കെ കാണിച്ചത് എന്തുട്ടാണ്, നല്ല പടമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മറ്റേ ഇത് മലയാളത്തിൽ റിലീസ് ചെയ്യേണ്ടതായിരുന്നു. കാരണം അത്രയ്ക്കൊരു മലയാളത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൈയടിച്ചാണ്. ഇപ്പം അത്രയ്ക്കും കിടിലൻ പടമാണ്. നിങ്ങൾ കാണണം, ഈ വീഡിയോ കാണുന്നു. ഒരു കാർ ഡ്രിഫ്റ്റിംഗ് സീൻ, ഒരു ജീപ്പ് ഡ്രിഫ്റ്റിംഗ് സീനൊക്കെ ഉണ്ട് മോനെ. മറ്റേ ബീജൊക്കെ ആ പാട്ടും ആ ബീച്ചും ക്യൂട്ട് സാധനം വരുന്നത്. പിന്നെ പറയാനാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു ട്രാൻസ്ഫോർമേഷൻ ഫൈറ്റൊക്കെ ഉണ്ട്. ട്രാൻസ്ഫോർമേഷൻ ഫൈറ്റൊക്കെ ഉണ്ട്. ഒരു താക്കോ മഹാരാജൊക്കെ ആയിട്ടുള്ള സാധനവും ബോബി ഡിയോളുണ്ട്. കടത്തിന് എന്നെ വെള്ളത്തിൻ്റെ പ്രശ്നം അവിടുത്തെ നടക്കുന്ന ഇതിനൊക്കെതിരായിട്ട്, വെള്ളം കിട്ടാത്തതിൻ്റെ അതൊക്കെ എതിരായിട്ട് താക്കോ മഹാരാജ്, നമ്മുടെ സീതാരാമൻ, നമ്പൂതിരി ബാലകൃഷ്ണ എതിർക്കുന്നതും, പിന്നെ അവിടുത്തെ വെള്ളത്തിനൊക്കെ എതിരായിട്ട് ആദ്യം തന്നെ നമ്മുടെ താക്കു വീട്ടിലെ വേലക്കാരനൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ അവിടുത്തെ ഒരു പേരക്കിടാവുണ്ട്, താക്കോ മഹാരാജനോട് വരാൻ പറയുന്നു. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ എന്നിട്ട് ബോബി ഡിയോളാണ് വെള്ളം കുടിക്കാത്ത ആൾക്കാർക്ക് ജോലി ചെയ്താൽ, ഐസും കട്ടയിലൊക്കെ ഇട്ട് ജോലി ചെയ്താൽ വെള്ളം കിട്ടുമെന്നൊക്കെ പറയുന്നത്. അങ്ങനെ കുറേ, ഇത് സ്പോയിലർ ടോക്കാണ് കേട്ടോ. പടം കണ്ടിട്ടില്ലെങ്കിൽ ഈ പടം ഇതൊന്നും കാണല്ലേ, ഉറപ്പായിട്ടും കാണരുത്. നിങ്ങൾ പടം കണ്ടിട്ടില്ലെങ്കിൽ കാണരുത് ഈ വീഡിയോ. പിന്നെ അവിടുത്തെ അങ്ങനെ കുറേ നല്ല എലിമെൻസ് ഉണ്ട് പടത്തിൽ. എനിക്ക് ആ ബീച്ചും എനിക്ക് കേട്ടുപോകുന്നു. ബീച്ചുണ്ടല്ലോ, ഏറ്റവും കിടിലൻ പടമാണ്. അത് ഞാൻ 100% ഉറപ്പ് പറയാം. നിങ്ങൾക്ക് എന്തായാലും ഈ പടം ഇഷ്ടപ്പെടും. ഇത് മലയാളത്തിൽ റിലീസ് ചെയ്യണമായിരുന്നു. കൈ അടിച്ചാണ്, അത്രയും കിട്ടില്ല. പിന്നെ പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. പിന്നെ അവിടുത്തെ കാര്യങ്ങളും എന്താക്കൂ. പിന്നെ ഷൈൻ ടോം ചാക്കോ ഉണ്ട് കേട്ടോ അതിനകത്ത്. ഷൈൻ ടോം ചാക്കോ ഒരു പോലീസ് ഓഫീസർ ആയിട്ടുണ്ട്. ഞാൻ പിന്നെ കാണിക്കണില്ല, കുറച്ച് ഇതിനെ കഴിഞ്ഞിട്ട് ക്ലൈമാക്സിലൊക്കെ അവനുണ്ട്. കിടുമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ കുറേ പേരുണ്ട് കേട്ടോ. മറ്റേ ചക്രയിലുണ്ടായ ചേച്ചിയുണ്ട്. ചക്രയിലുണ്ടായ വിഷൻ്റെ നായികയായിട്ടുണ്ടായ ചേച്ചിയുണ്ട് ഈ പടത്തിൽ. പിന്നെ അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേ ജനതാദൾ വില്ലനായിട്ട് വന്ന മറ്റേ ലൂസിഫറിൽ PKR ആയിട്ട് വന്ന പുള്ളിക്കാരനുണ്ട്. അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട്. എനിക്ക് പേരൊന്നും അറിയില്ല കേട്ടോ കുറച്ച് പേരൊക്കെ. നമ്പൂതിരി ബാലയെയും മറ്റേ ബോബി ഡിയോളിനും മാത്രമേ അറിയുള്ളൂ. പിന്നെ ഷൈൻ ടോം ചാക്കോനെയും മാത്രമേ അറിയുള്ളൂ. പിന്നെ അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. കിടിലൻ പടവും. ഇത് എന്തായാലും വാച്ച് ചെയ്യണമായിരുന്നു. മലയാളത്തിൽ റിലീസ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നത്. ഭയങ്കര കിടിലമാണ്. ഞാൻ ഞെട്ടിപ്പോയി. ബാലയെ പടോ എൻ്റെ സീൻ. ഞാൻ ചില സീനൊക്കെ ഇടിക്കണോ കൊച്ചിനെ വന്ന് ഇടിക്കണം.
ഉറങ്ങട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അത്രയും ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പറയണ്ട വേറെ കാര്യം, തമന്നസിൻ്റെയാണ് മ്യൂസിക്. കുഴപ്പമില്ലായിരുന്നു. മറ്റേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മറ്റേ ബീജിയാണ്. ടാ ടാ ട ട ട ടാ ടാ ട ട ട ട ട ട ട ടാ 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 ട ട ട ട ടാ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ ഈ. പിന്നെ ഒരു കാർ ഫൈറ്റും അങ്ങനെ കുറേ ഫൈറ്റ് ഉണ്ട്. ആദ്യം തന്നെ കാർ ഫൈറ്റാണ്. മറ്റേ ആ ഫൈറ്റും പിന്നെ കുറേ വിട്ട് കിട്ടിയിട്ട് അവസാനം ചാവൂല. 17 വെട്ടം കണ്ട് വിട്ടിട്ട് എനിക്ക് നല്ല രസമാണ് ഈ പടം കാണുമ്പോൾ. നല്ല എക്സൈറ്റ്മെൻറ്റ്. അടിക്കടോ എന്ന് പറഞ്ഞിട്ട് ഉള്ള കാര്യങ്ങൾ, പിന്നെ കൊല്ലടാ എന്ന് പറയുന്ന കാര്യങ്ങളോ അത് ഭയങ്കര രസമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ സൗന്ദര്യ വേണം. പിന്നെ പറയാനാണെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ പടത്തിൽ. A to Z കാര്യങ്ങൾ കീടുമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടുത്തെ വെള്ളത്തിൻ്റെ പ്രശ്നം, ദാക്കുവിൻ്റെ ഒരു മറ്റേ ട്രാൻസ്ഫോർമേഷൻ ഫൈറ്റും, പിന്നെ അവസാനത്തെ ഫൈറ്റൊക്കെ കണക്കാണ്. എന്നാലും കീടിലാണ് പടം. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തെലുങ്കിലെ 3ാമത്തെ എൻ്റെ ഫേവറേറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫസ്റ്റത്തെ ഫേവറേറ്റ് മറ്റേ RRR, സെക്കൻഡ് ഫേവറേറ്റ് മറ്റേ ബാഹുബലി, 3ാമത്തെ ഫേവറേറ്റ് മറ്റേ കൽക്കി, 4ാമത്തെ ഫേവറേറ്റ് ഇതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് വലിയ പടം. മറ്റേ മാസ്റ്ററിൽ ഒരു വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. ആ വണ്ടി വെച്ചിട്ടാണ് പുള്ളിക്കാരൻ ഫൈറ്റ് ചെയ്യുന്നത്. അതൊക്കെ കീടുമായിരുന്നു. പിന്നെ അത് കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ വന്നിട്ടുള്ള മറ്റേ എന്നിട്ടായിരുന്നു അതിൻ്റെ പേര്, കോടാലി എടുത്തിട്ട് മരത്തും വെച്ചിട്ട് ബ്രേക്കിനായിട്ട് മരത്തും വെച്ചിട്ട് ഒരു മാസമൊക്കെ ഉണ്ട്. എൻ്റെ മോനെ സീനായി. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് സ്പോയിലർ ടോക്കാണ്. ഞാൻ എൻ്റെ ഇതൊക്കെ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കാണരുത്. സിനിമ കണ്ടവരാണെങ്കിൽ ഈ വീഡിയോ ഉണ്ടാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ദാക്കു മഹാരാജ് ഈസ് എ ഗുഡ് വാച്ച് ആൻഡ് ഇറ്റ്സ് എ ഫേവറേറ്റ്. 4ാമത്തെ, ഫസ്റ്റത്തെ ഫേവറേറ്റ് എന്ന് പറയാം, 4ാമത്തെ ഫേവറേറ്റ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് വർക്കായി പടം. മറ്റേ വൈരസിംഹറെഡ്ഡി, അതിൻ്റെ ഒക്കെ ടോപ്പിൽ, ബാലയുടെ ടോപ്പിൽ നിൽക്കണം പടം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കിടിലമായിട്ട് നിങ്ങൾ എന്തായാലും ഇത് കാണണം കേട്ടോ. നെറ്റ്ഫ്ലിക്സിലുണ്ട്. പിന്നെ ഇന്ന് ഉറപ്പായിട്ടും കാണണം. ഫേവറേറ്റ് ആണ്. കിടിലം പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും മറ്റേ ലൈഫ് ഓഫ് ഷെഫ് എന്നൊക്കെ പറയണമായിരുന്നു. അതൊക്കെ കിട്ടുവാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ദാക്കു മഹാരാജ്. അപ്പോൾ ഇതാണ് ദാക്കു മഹാരാജിനെ പറ്റി പറയാനുള്ളത്. കിടിലമായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ശരി എന്നാൽ.